എല്ലാവർക്കും നമസ്കാരം. അഭിയുടെയും ജാനകിയുടെയും നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെതാ നമ്മുടെ അഭിയും ജാനകിയും ഒക്കെ കൂടി അളകാപുരി തറവാട്ടിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്ന് ഇവരെ രണ്ടുപേരും ബ്ലെയിം ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജാനകിക്ക് ആശ്വാസമായിട്ട് ആകെ അളകാപുരി തറവാട്ടിലുള്ളത് നിരഞ്ജനയും അതുപോലെ തന്നെ സൂര്യനാരായണനും മാത്രമാണ്. പ്രഭ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും ദാ അഭിക്കും ജാനകിക്കും എതിരെ തിരിയുന്ന സമയത്ത് നമ്മുടെ ജാനകി ഒന്ന് പതറിയെങ്കിലും അവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു തീരുമാനം എടുത്തു. എന്തായാലും അളകാപുരി തറവാട്ടിൻ്റെ ഒരു നല്ല ഭാഗമാണല്ലോ ആ ഒരു സ്വത്ത്. അപ്പം ആ സ്വത്ത് ജാനകിയുടെ പേരിൽ എഴുതിയതാണ് ഇപ്പം അളകാപുരിയിലെ ഏറ്റവും വലിയ വിഷയവും. അങ്ങനെ ആ സ്വത്ത് ഒരു കാരണം വെച്ചാലും താനും തൻ്റെ അഭിയേട്ടനും തിരികെ ഈ പറയുന്ന കൂടപ്പറപ്പുകൾക്ക് നൽകില്ല എന്ന് നമ്മുടെ അപർണയുടെ മുഖത്ത് നോക്കി ജാനകി പറഞ്ഞു. ജാനകിയുടെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അപർണയാണെങ്കിലോ എടി, നീ ഒരു അനാഥാലയത്തിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ചിട്ട് നിനക്ക് എന്തോരം സ്വത്ത് കിട്ടിയാലും നിനക്കിപ്പോൾ മതിയാകാത്ത അവസ്ഥയാണല്ലേ. ഞാനൊക്കെ ഉണ്ടല്ലോ പണത്തിൻ്റെ മേലെ പിറന്ന് വീണവളാ. എനിക്കൊന്നും എന്തായാലും സ്വത്ത് കണ്ട കണ്ണു മഞ്ഞളിക്കില്ല. നിനക്ക് കാണാത്തത് കണ്ടതുകൊണ്ടാ ഇത്ര ആക്രാന്തം എന്നൊക്കെ പറഞ്ഞ് ജാനകിയോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. ജാനകി ആണെങ്കിലോ, അതെ അപർണെ, നീ നിന്റെ റേഞ്ചിലേ സംസാരിക്കുകയുള്ളൂ. നീ പറഞ്ഞത് ശരി തന്നെയാ, ആരോരും ഇല്ലാത്ത ഒരു അനാഥ തന്നെയാ. പക്ഷേ അഭിയേട്ടൻ്റെ ഭാര്യയായിട്ട് ഞാൻ ഈ അളകാപുരി തറവാട്ടിൽ വന്ന സമയം മുതൽ എനിക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, അനുജന്മാരുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. അതുപോലെ എന്നെ അംഗീകരിക്കാത്തതാണെങ്കിലും ഇവിടെ ഒരു മുത്തശ്ശിയും ഉണ്ട്. ഇന്ന് ഞാൻ ഈ അളകാപുരിയുടെ പ്രിയപ്പെട്ടവളായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈ ജാനകി അത്രമാത്രം ഈ കുടുംബത്തോട് സ്നേഹം കാണിച്ചതുകൊണ്ട്, അല്ലാതെ ഇന്നലെ വന്ന നിന്നെ പോലെ ഈ കുടുംബത്ത് കലഹം ഉണ്ടാക്കാനൊന്നും ഈ ജാനകി ചെയ്തിട്ടില്ല. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. എത്ര വന്നാലും നീ ആ തമ്പിയുടെ മോളല്ലേ എന്ന് ചോദിച്ചു. ജാനകിയുടെ ഈ വർത്തമാനമൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ അപർണയ്ക്ക് നല്ല ദേഷ്യം വന്നു. അപർണയാണെങ്കിലും, ജാനകി ദേ ആരോടും കളിക്കുന്നത് പോലെയല്ല, നീ നിരഞ്ജനയുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയൊന്നും അല്ല. ഈ അപർണയുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അപർണ ആരാണെന്ന് മോൾ അറിയൂന്ന് പറഞ്ഞു. അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? അങ്ങനെയാണെങ്കിൽ ഈ അളകാപുരി തറവാട്ടിലെ ജാനകി ആരാണെന്ന് നിനക്കും ഞാൻ കാണിച്ചു തരാം. എന്തായാലും അച്ഛൻ എനിക്കും എൻ്റെ അഭിയേട്ടനും വേണ്ടിയിട്ട് എഴുതിയതല്ലേ ഈ സ്വത്ത്. അത് ഒരു കാരണം വെച്ചാലും മടക്കി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ അപർണയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ജാനകി അവിടുന്ന് പോവുക. അപർണ അടി കൊണ്ടതുപോലെ നിൽക്കുന്നു. അപർണയ്ക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ട്. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം. ഇത് ഞാൻ അവസാനിപ്പിച്ചു തരാം. എത്രയും പെട്ടെന്ന് തന്നെ അജയെ കാണണം, അജയോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നും പറഞ്ഞു അപർണ നേരെ പോവുക അജയുടെ അടുത്തേക്ക്. എന്നിട്ട് അവനാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ജാനകി. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഏട്ടത്തി ശ്രീരാമനും സീതാദേവിയും പോലെ ആയിരുന്നല്ലോ. എന്നിട്ട് അവളുടെ യഥാർത്ഥ സ്വഭാവം, അവളുടെ പേരിൽ മാത്രമേ ജാനകി എന്നുള്ളൂ. അവളുടെ യഥാർത്ഥ സ്വഭാവം കണ്ടാൽ നീയൊക്കെ പേടിക്കൂന്ന് പറഞ്ഞു. എന്താ അപർണ പറഞ്ഞു വരുന്നതെന്ന് അജയ് ചോദിച്ചു. ആ സമയം അപർണ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ഒരു പൊട്ടത്തരം കാണിച്ചല്ലോ. ആ എസ്റ്റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് 10,000-2000 കോടിയുടെ സ്വത്തുക്കളാണ് മൊത്തത്തിൽ വരുന്നത്. അത് മുഴുവനും നിങ്ങളുടെ ആ മൂത്ത സഹോദരന് കൊടുക്കാനാണ് അച്ഛൻ തീരുമാനിച്ചത്. ഇത് വല്ലതും അറിഞ്ഞോ? നിങ്ങൾ ആരെങ്കിലും കണ്ടെത്തിയോ? ഇല്ലല്ലോ. ഞാൻ ബുദ്ധിപരമായിട്ട് പല കാര്യങ്ങളും കണ്ടെത്തി ആ എസ്റ്റേറ്റ് ജാനകിയുടെയും അഭിയുടെയും പേരിലാണെന്ന്. അത് കണ്ടെത്തിക്കൊണ്ട് വന്നതിന് ശേഷമല്ലേ അജയ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇതിലിടപെട്ടത്. എന്തായാലും അജയ്, നീ വിചാരിക്കുന്ന പോലെയൊന്നും അഭി ഒരു സ്വത്തിനോട് താല്പര്യമില്ലാത്തവനൊന്നും അല്ല. അഭിക്കും ജാനകിക്കും ഒക്കെ ഈ സ്വത്തിലൊക്കെ നല്ല കണ്ണുണ്ട്. ജാനകി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ സ്വത്ത് ഒരു കാരണം വെച്ചാലും മടക്കി തരില്ല എന്ന്. നിങ്ങളുടെ അഭിയേട്ടൻ നിങ്ങൾക്കൊരു വാക്ക് തന്നല്ലോ. എത്ര പ്രതിസന്ധികൾ ഉണ്ടായാലും അച്ഛൻ എഴുതിയ ഈ വിൽപത്രം ആ ഒരു ആധാരം റദ്ദ് ചെയ്തിട്ട് നിങ്ങളുടെയൊക്കെ പേരിലേക്കാക്കി മാറ്റി തരാമെന്ന്. പക്ഷേ അത് വെറുതെ പറഞ്ഞതാ. ജാനകി ആരോരും ഇല്ലാത്തവളാണല്ലോ. അവൾക്ക് സ്വത്തുക്കളോടൊക്കെ നല്ല താല്പര്യമുണ്ട്. അവളെ കാശിനോട് അത്ര ആർത്തിയുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ വരില്ല. എല്ലാം കൊണ്ട് അഭിയങ്ങ് പൊയ്ക്കളയും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അജയ്ക്ക് ഒന്നുകൂടി ദേഷ്യമായി. നമ്മുടെ റോസ്മേരി ആയിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യാനുള്ള പണം അതെങ്ങനെയും കണ്ടെത്താനായിട്ടുള്ള നെട്ടോട്ടത്തിലാണല്ലോ അജയ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവന് ഈ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു ഷെയർ കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ്സിലേക്ക് എത്തിപ്പെടാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ കാശ് എങ്ങനെ ഉണ്ടാക്കും? ഇനിയിപ്പോൾ ആകെയുള്ളൊരു
മാർഗം ഈ വീട് ഭാഗം വെപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. തൻ്റെ ഷെയർ തനിക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി വരെ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അജയുടെ മുന്നിലേക്കാണ് അപർണ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അജയ് നേരെ പോവാ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛനോട് സംസാരിച്ചു. അല്ലച്ച, ഞങ്ങൾ ഈ 3 മക്കളും കൂടി അച്ഛനോടൊരു കാര്യം ആവശ്യപ്പെട്ടല്ലോ. എന്നിട്ട് അച്ഛൻ അതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കിയോ? അച്ഛൻ്റെ വാശിക്ക് നിൽക്കുമ്പം ഞങ്ങൾ മക്കള് ഞങ്ങളുടെ വാശിക്ക് നിൽക്കും. നിയമപരമായിട്ട് സ്വത്തുക്കളെല്ലാം എല്ലാ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അത് അച്ഛനെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വക്കീലായതുകൊണ്ട് തന്നെ എല്ലാ ലോ പോയിന്റുകളും നിരത്തി സൂര്യനാരായണന്റെ മുന്നിൽ വന്നു നിന്ന് നമ്മുടെ അജയ് സംസാരിക്കുക. അപ്പൊ സൂര്യ പറഞ്ഞു, എൻ്റെ മോനെ, നീ ആരോടെ കളിക്കുന്നത്? ഇത് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഈ സൂര്യ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കാനും എനിക്കറിയാം. നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് കിട്ടിയിരിക്കും. അല്ലാതെ അഭിയുടെ സ്വത്തുക്കൾ മോഹിച്ച് എൻ്റെ മോൻ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നല്ല മറുപടിയും കൊടുത്ത് അവനെ മടക്കി അയക്കുക. അവന് നല്ല ദേഷ്യമുണ്ട് അഭിയോടും ജാനകിയോടും ഒക്കെ. ഈ സമയമാണെങ്കിൽ നമ്മുടെ ജാനകിയും അതുപോലെ അഭിയും ഒക്കെ ചേർന്ന് ഒരു ചെറിയ പദ്ധതി തയ്യാറാക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ലച്ചുവിനെ പഠിപ്പിക്കണം. ലച്ചുവിനെ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ലച്ചുവിൻ്റെ ഭാവി അത് വളരെ മോശമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവളെ ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. അതിനു വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ ലച്ചു പറഞ്ഞു, ഏട്ടത്തി, എനിക്ക് പഠിക്കണം, എനിക്ക് ഇനിയും പഠിക്കണം. എൻ്റെ വിവാഹം വരെ അച്ഛൻ ഉറപ്പിച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അന്ന് നിങ്ങൾ രണ്ടുപേരും ആ മൂന്നാറിലും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ ഭാര്യയായി മാറിയേനെ. എന്തായാലും നിങ്ങൾ ചെയ്ത ആ ഒരു വലിയ കാര്യം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. മോളെ, നിനക്ക് വേണ്ടിയിട്ട് എന്ത് സഹായവും ചെയ്യാൻ ഈ ജാനകിയും അഭിയും ഉണ്ടാകുമെന്നും അവര് വാക്ക് കൊടുക്കുക. അങ്ങനെ ലച്ചുവിനെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടാം എന്നുള്ളൊരു പ്ലാൻ ഇവരിടുന്നു. അതിൻ്റെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ അപർണ അങ്ങോട്ടേക്ക് അമൃതയെ എരിപിരി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അമൃതയാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിഞ്ഞ പാടെ, ഏട്ടത്തി അങ്ങനെ പറഞ്ഞോ? ഏട്ടത്തിക്ക് ഈ സ്വത്തുക്കൾ നമുക്ക് മടക്കി തരാൻ പറ്റില്ല എന്ന് ഏട്ടത്തി പറഞ്ഞോ? എന്നാ അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. ദേ അപർണ ചേച്ചി, ഏട്ടത്തി അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിയെ കൊണ്ട് തന്നെ ഈ സ്വത്തുക്കൾ നമ്മളുടെ പേരിലേക്ക് എഴുതിക്കും. അങ്ങനെ വല്ല നാട്ടിൽ നിന്നും വന്ന് അതും ഒരു അനാഥ ഇവിടെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങ് കാര്യക്കാരി ആവണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം അമൃതയ്ക്ക് നല്ല ദേഷ്യമുണ്ട് നമ്മുടെ ജാനകിയോട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വീണ്ടും ജാനകിയുടെ അടുത്ത് ചെന്നു. ജാനകി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ ലച്ചുവിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. എങ്ങാണ്ടെന്ന് വന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ മെയിൻ ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങള് അന്തസ്സായിട്ട് ഈ വീട്ടിലേക്ക് വന്നു കയറിയ മരുമക്കൾക്കൊന്നും ഒരു വിലയില്ല. നിരഞ്ജന വന്നതും അതുപോലെ തന്നെ ഈ അപർണ വന്നതും ഒക്കെ അന്തസ്സായിട്ട്, അല്ലാതെ ജാനകി വന്നതുപോലെ വലിഞ്ഞു കയറിയൊന്നും അല്ല ഞങ്ങൾ വന്നത്. ഞങ്ങൾ നല്ല ഒന്നാം തരം കുടുംബക്കാരാ. അതുകൊണ്ട് ഞങ്ങളുടെ ചില തീരുമാനങ്ങൾക്കും ഈ വീട്ടിൽ പ്രാധാന്യമുണ്ട്. ജാനകി ഏട്ടത്തി പലതിനും മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞു. ജാനകിയാണെങ്കിലോ, നിങ്ങൾക്ക് എന്താ ഇപ്പൊ വേണ്ടത്? ഞാൻ എന്തിനാ മറുപടി പറയേണ്ടത് ചോദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അപർണ പറഞ്ഞു, എവിടെന്നോ വന്ന ഒരുത്തിയെ പഠിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് തയ്യാറാവുന്നുണ്ടല്ലോ. ഇത് മുഴുവനും ഈ അളകാപുരിയായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കളുടെ കാര്യങ്ങളല്ലേ? അങ്ങനെ അതിലൊരു വകുപ്പ് കൊണ്ടായിരിക്കുമല്ലോ ലച്ചുവിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നത്. അതിന് ലച്ചുവിനെ പഠിപ്പിക്കാനായിട്ട് അളകാപുരിയിൽ നിന്ന് ഞങ്ങൾ വല്ലതും എടുത്തോ എന്ന് ജാനകി തിരിച്ചു ചോദിക്കുക. അല്ല, അപ്പൊ പിന്നെ അല്ലാതെ ഈ അഭിയേട്ടനും ജാനിയേട്ടത്തിയും എവിടുന്ന് എന്ത് സമ്പാദിച്ചിട്ടാ? അച്ഛൻ അന്ന് പറഞ്ഞതാണല്ലോ, ഇത്രയും നാളായിട്ടും അഭിയേട്ടൻ ജോലി ചെയ്തിട്ട് 1 രൂപ പോലും പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല എന്ന്. പിന്നെ നിങ്ങൾക്ക് ഇതിനൊക്കെ എവിടുന്നാ പൈസ എന്ന് ചോദിച്ചു. അത് അപർണയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അഭിയേട്ടനും ഈ എനിക്കും ഇല്ലാന്നും പറഞ്ഞ് ജാനകി മറുപടി പറയുക. അല്ലേലും നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്ന ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ. എത്രയും പെട്ടെന്ന് ആ എസ്റ്റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളും ഒക്കെ തിരിച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുത്തേക്കണമെന്നും പറഞ്ഞ് ഇവറ്റകൾ രണ്ടുപേരും കൂടി ജാനകിക്ക് സ്വൈര്യം തരാത്ത അവസ്ഥ വന്നു. അന്നേരം ആ സമയമാണെങ്കിലും ജാനകിക്ക് ആശ്വാസമായിട്ട് നമ്മുടെ നിരഞ്ജന എത്തുകയാണ്. നിരഞ്ജന വന്നിട്ട് പറഞ്ഞു, എന്തിനാ പറഞ്ഞേ, എന്തിനാ ഈ വീട്ടിലിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതെ, നീ ആദ്യം നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പോയി സംസാരിക്കും. എന്നിട്ട് അവൻ എന്താ പറയുന്നതെന്ന് കേക്ക്. അതിനുശേഷം നീ എൻ്റെ അടുത്ത് സംസാരിക്കും. അജയ് ഈ സ്വത്തുക്കളൊന്നും വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് അപർണ നമ്മുടെ നിരഞ്ജനയെ പറഞ്ഞയക്കുകയാണ്. നിരഞ്ജനയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ജാനകിയുടെ അടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് അവളെയും കൊണ്ട് റൂമിലേക്ക് പോവുക. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത്
അഭിയും ജാനകിയും കൂടി ചേർന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് തന്നെയാണ്. അവരെന്തായാലും ഇനി ഒരു കാര്യത്തിലും പിന്നോട്ട് നിൽക്കില്ല. ഇനി ഒരു തുള്ളി കണ്ണുനീര് ജാനകിയുടെ കണ്ണിൽ നിന്നും വീഴ്ത്തില്ല. അഭി അങ്ങനെയുള്ളൊരു തീരുമാനം എടുക്കുക. എല്ലാ മക്കളെയും പോലെ തന്നെ എനിക്കും ഈ വീട്ടിൽ അവകാശമുണ്ട്. എൻ്റെ അമ്മ മരിച്ചു പോയത് കൊണ്ടാണല്ലോ ഇവിടെ പ്രഭ എന്ന് പറയുന്ന അമ്മ വന്നതും ഈ മക്കളൊക്കെ ഇവിടെ ഉണ്ടായതും. അതുകൊണ്ട് എപ്പോഴും ഈ അളകാപുരിയുടെ മൂത്ത പുത്രനായിട്ടുള്ളത് താൻ തന്നെയാണെന്നും അഭി അങ്ങ് തീരുമാനിച്ചു. അതിനുശേഷം ഇനി പൊടി പൂരവാ. നമ്മുടെ അപർണേനെ എന്തായാലും ഏറി കയറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ക്രിസ്മസും കാര്യങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് അളകാപുരിക്കാർ അങ്ങ് ആഘോഷിക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷം അവസാനിക്കുന്നത്. ഈ സമയത്ത് പാവം ശരൺ റോസിന്റെ കസ്റ്റഡിയിലാകുന്നതും ഒക്കെയുണ്ട്. എന്തായാലും പല സത്യങ്ങളും മറ നീക്കി പുറത്തു വരാനിരിക്കുന്നതും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ആ വിശേഷം വരുന്നത്. അപ്പോൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്